മൈസൂർക്കോ ബാംഗ്ലൂർക്കോ പോകുമ്പോൾ ഇങ്ങനെ ഒരു ടയർ കുത്തിയിട്ടത് കണ്ട ഇത് ടയറും പീടിയാണെന്ന് കരുതി കയറാതെ പോകണ്ട. ഇതൊരു സംഭവമാണ്. ഈ കാഴ്ച കാണാൻ ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി. നമ്മളെ താമരശ്ശേരി ചുരം വർപ്പിച്ച എഞ്ചിന് അഥവാ റോഡ് റോളർ ബോംബെയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്നും ആൾക്കാരും കൊണ്ടുപോണേ രണ്ടട്ടി ബസ് ഡബിൾ ഡെക്കർ ഞങ്ങളൊപ്പം അങ്ങോട്ട് പോന്നോളി. ഇതാണ് പയാന കാർ മ്യൂസിയം. പാഞ്ഞങ്ങോട്ട് ചെന്നാൽ കയറ്റൂല. ആളും 50 ഉറുപ്പ്യന്റെ ടിക്കറ്റ് എടുക്കണം. നമ്മളെ CP ബോസ് അതെടുത്ത് ഡോക്ടർ D വീരേന്ദ്ര ഹെഗ്ഗഡെ. ഈ മനുഷ്യന്റെ ഒരു പിരാന്താണിത്. ഒരു വണ്ടിക്കമ്പം അത് മൂപ്പരെ ചെറുപ്പം തൊട്ട് മൂപ്പര് ഇന്നും വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്നതുമായ കണ്ടമാനം വണ്ടികളും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. കേറുമ്പോ തന്നെ ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് വന്ന മാറ്റങ്ങൾ കാണാം. അതിന് കാളവണ്ടിക്ക് എത്തി. അതും അന്നത്തെ കാലത്ത് ആഡംബര കാളവണ്ടികൾ. പിന്നല്ലേ ഈ ഇഞ്ചൻ കണ്ടുപിടിച്ചത് വണ്ടിന്റെ എഞ്ചിനെ. അതിന്റെ കണ്ടുപിടുത്തം വന്നതോടെ ലോകം മൊത്തം മാറിയില്ലേ. റോൾസ് റോയ്സിന്റെ 1920 കാറാണിത്. ഓല കമ്പനിന്റെ ഒരു വളർച്ച തന്നെ ഇവിടെ ഉണ്ട്. കേരളത്തിലുള്ളവർക്ക് കണ്ടു പരിചയമുള്ള ഫോർഡിന്റെ 1946 വണ്ടിയത്. ഇത് ഈ അടുത്ത കാലത്ത് എക്ടറും കൊണ്ട് ഇന്ത്യക്ക് വന്ന ചൈന വണ്ടി എന്ന് പേരുള്ളേ MGന്റെ അന്നത്തെ രാജാവാ. ഈ കാറ് കണ്ടാൽ ഉദ്ഘാടനം ചെയ്യാൻ നടക്കണ ഏതെങ്കിലും നടിന്റെ മാതിരി ഉണ്ട് എന്ന് പറയണ്ട. ഇനിയിപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെ ജയിലിക്ക് പിടിച്ചിടാനും നിൽക്കണ്ട. എനിക്ക് കണ്ടിട്ട് തോന്നിയത് അരയന്നത്തിന്റെ മാതിരി ഉണ്ട് എന്നാ. എന്താ ചോർക്കില്ലേ. ഈ എംബ്ലം കണ്ട നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതാണ് ഇടക്കിടക്ക് സോഡ കുടിപ്പിച്ചാൻ വൈമ നിർത്തിച്ച സ്കോഡ. PT ഉഷക്ക് ഒളിമ്പിക്സിൽ പങ്കെടുത്തതിന് അന്നത്തെ കാലത്ത് കേരള സർക്കാർ സ്റ്റാൻഡേർഡ് കമ്പനിന്റെ ഇതുപോലത്തെ ഒരു കാറ് കൊടുത്തിരുന്നാണ് മൂസവക്കീലിന്റെ ഓർമ്മ. ഈ കാണുന്ന Mark 3 മോഡലിന് ഡ്രൈവിംഗ് പഠിച്ച കഥ പറയാണ് നമ്മളെ CP ബോസ്. കോണ്ടസ് കണ്ടില്ലങ്ങള്. നമ്മളെ നാട്ടില് ബ്രെഡും സാബൂനും ഒക്കെ കൊണ്ടുവന്നീനെ മെറ്റഡോർ അവിടെ കിടക്കണ്. മാരുതിക്ക് തൊട്ടു മുമ്പ് വന്ന് വിപ്ലവം സൃഷ്ടിച്ച് സോപ്പും പെട്ടി എന്ന് പേരുള്ള കാറ്. ഇതാണ് ഈ രാജാക്കന്മാരെ കൂട്ടത്തിലെ രാജാവിന്റെ അവസാന പരമ്പര. ഈ അംബാസിഡർ ഇന്ത്യയിൽ പരാജയപ്പെടാനുള്ള കാരണം ഇതിന്നുള്ള തുരുമ്പുകളും ഈ കാണുന്ന പോലത്തെ കംപ്ലൈന്റുകളൊക്കെ തന്നെയാണ്. അവസാനമായിട്ട് വന്ന അംബാസിഡറിനെ ഉടുത്തയച്ചിട്ടതും ഇവിടെ കാണാം. 1985 രാജീവ് ഗാന്ധിന്റെ ഒരൊറ്റ ഒപ്പുകൊണ്ട് ഇന്ത്യക്കാരന്റെ ജീവിതം മാറ്റിയ മാരുതി 800. രാജഭരണക്കാലത്ത് മനുഷ്യന്മാരെ തോളിലെച്ച് കൊണ്ടുപോയി മഞ്ചല്. അത് ഇവിടെ മുകളിലുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് ഇന്ത്യക്ക് രണ്ടാമതും വന്ന സിട്രന്റെ 1919, 1966, 2022 പല വണ്ടികളും അതിന്റെ പല ലോഗോകളും. ഇന്ത്യക്കാരന്റെ വികാരം. നേതാക്കന്മാർ മുതൽ നടീ നടന്മാർ വരെ വെൽസിന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ 1952 കാറാണിത്. 1961 കെട്ടിലും മട്ടിലും മാറി പേരിന്റെ ഒപ്പം ഒരു പേരും കൂടി ചേർന്നും ചെയ്ത്. രണ്ട് കൈയും ഒരുമിച്ച് മുറിഞ്ഞാല് ജയിൽ ഡോക്ടർമാര് കൈ കെട്ടിത്തരുന്ന മാതിരിയാ ഇതിന്റെ വൈപ്പർ. അങ്ങോട്ടും ഇങ്ങോട്ടും ചീൽപാത്രം കൗത്യമായിത്ത വീൽ കപ്പും. ഷെവർലന്റെ ഇംബാല. ഇതിന്റെ ടയറിന് വൈറ്റ് വാൾ ടയർ എന്നാ പറയാ. സാധാരണ ടയറിനേക്കാളും 200 ഉറുപ്പ്യ ഏറെ കൊടുക്കണം അതിനെന്നാണ് വക്കീല് പറഞ്ഞത്. മൂപ്പർക്ക് അതിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ. സ്റ്റെയറിംഗിൽ വന്ന മാറ്റങ്ങള്, ഹെഡ്ലൈറ്റിൽ വന്ന മാറ്റങ്ങള്, വീൽ കപ്പിന്റെ കാലഘട്ടങ്ങള് ഒക്കെ നമുക്ക് ഇവിടുന്ന് നോക്കി അങ്ങോട്ട് കാണാം. രാജാക്കന്മാരല്ലേ ഈ കെടുക്കുന്നത്. RX-100, രാജ്ദൂത്, ജാവ, ട്രംപ് എന്നും രാവിലെ മീനും കൊണ്ടുവരുന്ന മീനൈറ്റി അഥവാ MIT. ഇന്ത്യയിലെ ആദ്യത്തെ ഗിയർ ഇല്ലാത്ത സ്കൂട്ടർ അതാണ് ഈ കാണുന്ന കൈനറ്റിക്കോണ്ടാന്നാണ് നമ്മൾ അറിവ്. തെറ്റാണെങ്കിൽ കമന്റിൽ തിരുത്തിക്കോളിട്ടോ. ബജാജിന്റെ കൈമല് ഗിയർ വന്ന ആമത്തോട്, രാജദൂതും ഇപ്പത്തെ ബുള്ളറ്റും, ആപ്പന്റെ കമ്പനി പിയാജിയോന്റെ വെസ്പകളും അങ്ങനെ എല്ലാം ഉണ്ട്. താഴത്തെ നിലയ്ക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ആകാശത്ത് കൂടെ പറക്കണേ ഗ്ലൈഡറിന്റെ ഒരു ഡിസ്പ്ലേയും ഇവിടെ കാണട്ടോ. 1981 പട്ടാളക്കാരെ ട്രക്ക്. ഏത് കല്ലും മണ്ണും ഇത് കേറുന്ന് കാണിച്ചാന് ആ